ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. മീഷോ ഹോൾ എന്ന് പറയുമ്പോൾ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആണ്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം വരുന്നത് 500 രൂപയ്ക്ക് താഴെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്കേർട്ടാണ്. നമുക്കിത് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്ലോത്ത് വരുന്നത് പോളിസ്റ്റർ ആണ്. നമ്മൾ ഇടുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വരുന്നത് വി ഷേപ്ഡ് ആണ്. അതുപോലെ ഇതിന്റെ സ്ലീവ്സ് വരുന്നത് പഫ് സ്ലീവ്സ് ആണ്. നാട്ടിൽ ഞാൻ ഇത് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട്. പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ എനിക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നി. സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. 186 റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്തതൊരു ടാങ്ക് ടോപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കോംബോ ആയിട്ട് വന്നതാണ് കേട്ടോ. ബ്ലാക്കിലും വൈറ്റിലും നമുക്കിത് ഇഷ്ടം പോലെ പെയർ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമുക്ക് ഈ അനാർക്കലി ചിക്കൻകാരിയുടെ ഒക്കെ കുർത്ത ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടാങ്ക് ടോപ്പാണ് കേട്ടോ ഇത്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഷർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടും സീത്രൂ അല്ല. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവ്സ് ആണ്. ഇതിൽ കുറച്ച് കട്ടിയുള്ള സ്ലീവ്സ് ആണ് വരുന്നത്. നമുക്ക് ഇടുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കണ്ടപ്പോൾ. ഇതിൻ്റെ കൂടെയുള്ള ഈ വൈറ്റ് ടോപ്പിനും സെയിം ക്വാളിറ്റി ഉണ്ട്, സീത്രൂ ഒന്നുമല്ല. ഇതിൻ്റെയും സ്ലീവ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ബ്ലാക്കിൻ്റെ സെയിം സ്ലീവ്സ് തന്നെയാണ് ഇതിനും വരുന്നത്. കോട്ടൺ ബ്ലെൻഡ് ആണ് ഇതിൻ്റെ ക്ലോത്ത് വരുന്നത്. 197 റുപ്പീസിനാണ് ഈ 2 ടാങ്ക് ടോപ്പ് ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കളർ മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ 140 റുപ്പീസിനും മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് ഫിറ്റ് ആൻഡ് ഫ്ലെയർ ഡ്രസ്സാണ്. നമുക്ക് എല്ലാവർക്കും മാച്ച് ആവുന്ന ലൈറ്റ് റോസിൽ വരുന്ന കളറാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത്. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. കോട്ടൺ ആണ് ഇതിൻ്റെ ക്ലോത്ത് വരുന്നത്. ഇതിലൊരു വൈറ്റ് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു ത്രെഡ് വർക്ക് പോലെയുള്ള ഒരു വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഹിപ്പിന്റെ ഭാഗത്ത് സ്റ്റിച്ചിങ് വരുന്ന ഡ്രസ്സുകൾ ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സിനും സെയിം സ്റ്റിച്ചിങ് ഉണ്ട്. ഇങ്ങനെ സ്റ്റിച്ചിങ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വണ്ണം തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ വേറെ പലരൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സ്. അവർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. മുട്ടിന്റെ കുറച്ച് താഴെ ആയിട്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഹിപ്പിന്റെ ഭാഗം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. റൗണ്ട് നെക്കാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ സ്ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. നമ്മുടെ ഉടുപ്പിനൊക്കെ ഉണ്ടാവുന്ന പോലെ ബാക്കിലേക്ക് കെട്ടിവെക്കാൻ 2 കയറും ഉണ്ട് കേട്ടോ. അടുത്ത ഡ്രസ്സ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാനിത് റിട്ടേൺ ചെയ്തു. എൻ്റെ ബോഡി ടൈപ്പിന് ഇത് ഒട്ടും സ്യൂട്ടബിൾ ആവണില്ല. പക്ഷെ എല്ലാവരുടെയും അതുപോലെ ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് വാങ്ങേണ്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഹിപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സ്ലിറ്റ് വരുന്നതാകുമ്പോൾ കുറച്ച് വണ്ണം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ അലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം വരുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം അത്ര ഓക്കെ ആയിട്ട് നിൽക്കണില്ല. ഇത് വീനെക്കാണ് ഇതിന് വരുന്നത്. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. അതുപോലെ ഇതിന് ബലൂൺ സ്ലീവ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 543 രൂപയാണ്. തൊട്ട് മുന്നേ കാണിച്ച ഡ്രസ്സിൻ്റെ അതുപോലത്തെയുള്ള ഫ്ലെയർ തന്നെയാണ് ഈ സെയിം ഡ്രസ്സിനും വരുന്നത്. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കിത് ഞാൻ ഇട്ട് കാണിച്ചു തരുന്നത്. കൈയിൻ്റെ ഭാഗത്ത് കുറച്ച് ലൂസുണ്ട്. പക്ഷെ അത് ബലൂൺ സ്ലീവ്സ് ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വരിക. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ആ ഒരു പ്രോബ്ലം കാരണം എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അതുപോലെ ഫ്രണ്ട് പോർഷനും ഒരു ഓർഡർ അല്ലാത്ത രീതിക്കാണ് നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ട് വീഡിയോസായിട്ടും ഞാൻ ഡ്രസ്സിൻ്റെ റിവ്യൂസ് ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്